പ്രസിഡന്റായി അധികാരമേറ്റതിനു പിന്നാലെ വിദേശ രാജ്യങ്ങൾക്ക് US നൽകിയിരുന്ന എല്ലാ സഹായങ്ങളും മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. യുദ്ധക്കെടുതി നേരിടുന്ന ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നൽകിയിരുന്ന സഹായങ്ങളാണ് ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ നടപടിയിൽ നിന്ന് ഇസ്രായേലിനും ഈജിപ്തിനും ട്രംപ് ഇളവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദാതാവായ അമേരിക്ക ഇസ്രായേലിനും ഈജിപ്തിനുമുള്ള അടിയന്തര ഭക്ഷണവും സൈനിക ധനസഹായവും മരവിപ്പിച്ചിട്ടില്ലെന്ന് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശ സഹായം കർശനമായി നിയന്ത്രിക്കുന്ന അമേരിക്ക ഫസ്റ്റ് നയമാണ് ട്രംപ് പിന്തുടരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈ നടപടിയും. റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടുന്ന ഉക്രൈന് മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ആയുധങ്ങൾ നൽകിയിരുന്നു. ഇതെല്ലാം ഇനി മരവിപ്പിക്കും. ആഫ്രിക്കയിൽ രോഗം ചികിത്സിക്കുന്നതിനായി ആന്റി റിട്രോവൈറൽ മരുന്നുകൾ വാങ്ങുന്ന HIV/AIDS വിരുദ്ധ സംരംഭമായ പെപ്ഫാറിനുള്ള US ഫണ്ടിങ്ങും നിർത്തിവെക്കപ്പെടും. 2003 പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ കീഴിൽ ആരംഭിച്ച പെപ്ഫാർ ഏകദേശം 26 ദശലക്ഷം ജീവൻ രക്ഷിച്ചതായി പറയപ്പെടുന്നുണ്ട്. അടുത്തിടെ വരെ ഈ പദ്ധതിക്ക് വാഷിംഗ്ടണിൽ വലിയ ജനപിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിനും ഈജിപ്തിനെയും ഈ നടപടിയിൽ നിന്ന് ഒഴിവാക്കിയതും ശ്രദ്ധേയമാണ്. ഗാസ യുദ്ധത്തിന് ശേഷം അമേരിക്കയിൽ നിന്ന് ദീർഘകാല ആയുധ പാക്കേജുകൾ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട്. 1979 ഇസ്രായേലുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതു മുതൽ ഉദാരമായ US പ്രതിരോധ ധനസഹായം ലഭിക്കുന്ന രാജ്യമാണ് ഈജിപ്ത്. പുതിയ മെമ്മോ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെ മറ്റ് ഓരോ കേസും ഒഴിവാക്കാനും ജീവനക്കാർക്കും മറ്റു ഭരണപരമായ ചിലവുകൾക്കും താൽക്കാലികമായി ശമ്പളം നൽകാനും അനുവദിക്കുന്നതാണിതെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നു. 85 ദിവസത്തിനകം എല്ലാ വിദേശ സഹായങ്ങളും ആഭ്യന്തര അവലോകനം നടത്തണമെന്ന് മെമ്മോയിൽ ആവശ്യപ്പെട്ടിരുന്നു. നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ 1% കൂടുതൽ സംഭാവന നൽകുന്നുണ്ട്. എന്നാൽ ഡോളറിന്റെ അടിസ്ഥാനത്തിൽ US ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച സംഭാവന ദാതാക്കൾ. ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്രകാരം 2023 US $64 ബില്യൺ വിദേശ സഹായം നൽകിയിരുന്നു. 2024 രേഖകൾ പക്ഷേ ലഭ്യമല്ല. അതേസമയം കഴിഞ്ഞ ദിവസം പൗരത്വ നിയമത്തിന് ഉപാധികൾ വെച്ചുകൊണ്ടുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിൽ ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടി നേരിട്ടിരുന്നു. ജന്മാവകാശ പൗരത്വാവകാശം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് നടപ്പാക്കുന്നതിൽ നിന്ന് അമേരിക്കൻ ഭരണകൂടത്തെ സിയാറ്റിയിലെ ഒരു ഫെഡറൽ ജഡ്ജി തടഞ്ഞുവെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജഡ്ജി സർക്കാർ ഈ ഉത്തരവ് തടഞ്ഞിരിക്കുന്നത്.